ഹായ്, ഡാന സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഫ്രോക്ക് നീക്കിയാണ്. ഇത് നീക്കി തുണിയാണ്. മിക്സ് ആൻഡ് മാച്ച് 2 പീസും. ഇപ്പോൾ ഇത് 47 ഇഞ്ച് ലെങ്ത്തും ചെസ്റ്റ് 40 ഇഞ്ചും ആ അളവിലാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തുണിയെ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതിൽ ലെങ്ത്ത് 40 ഇഞ്ച് കൊടുക്കുക, 7 ഇഞ്ച് ഫ്രില്ല് കൊടുക്കുക. അപ്പോൾ 40 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് രണ്ടാക്കി മടക്കുക. ഇവിടെ രണ്ടാക്കി മടക്കിയിട്ട് ഇനി ഷോൾഡർ എടുക്കുക. ഷോൾഡർ 14 ഇഞ്ച് പകുതി, 7 ഇഞ്ച്. പിന്നെ കൈകാലിൻ്റെ ഹൈറ്റ് കൊടുക്കുക 7 ഇഞ്ച്. അവിടെ ഒരു ലൈൻ കറക്റ്റായിട്ടൊരു ലൈൻ വരയ്ക്കുക. ചെസ്റ്റ് അളവ് 40, 41 ഭാഗം 10 പ്ലസ് 1.5 കൊടുത്താൽ മതി. പിന്നെ വേസ്റ്റിൻ്റെ അളവ് 35 അതിൻ്റെ 41 ഭാഗം 8.5. ഇവിടെ 1.5 ഇഞ്ച് തുമ്പം. പിന്നെ സീറ്റിൻ്റെ അളവ് 21 ലെങ്ത്ത്. അവിടെ 22ൻ്റെ 41 ഭാഗം 11, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി വേസ്റ്റിലേക്ക് വേസ്റ്റിലേക്ക് ചിരിച്ച് വരച്ചെടുക്കും. അതേപോലെ ഇതിലേക്കും ചിരിച്ച് വരച്ചു. പിന്നെ റീകാൾ വരയ്ക്കുക. അവിടെ 1.5 ഇഞ്ച് ഈ കോണിലേക്ക് ചിരിച്ച് വരച്ചിട്ട് ഇവിടെ ഷേപ്പ് വരച്ചെടുക്കുക. ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ലെങ്ത്ത് വരുന്നിടത്ത് ഇതിങ്ങനെ ചരിച്ച് അങ്ങനെ വരച്ചു കൊടുക്കും. ചിരിച്ച് വരയ്ക്കുക. ഇവിടെ ഒന്ന് 1 ഇഞ്ചോളം കേക്ക് ഷേപ്പ് ഒന്ന് 1 ഇഞ്ചോളം കേക്ക് ചിരിച്ച് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്തു 7 ഇഞ്ച്. അവിടെ റീകാൾ 7 ഇഞ്ച്. ചെസ്റ്റിൻ്റെ 41 ഭാഗം 40ൻ്റെ 41 ഭാഗം 10, 1.5 ഇഞ്ച്. വേസ്റ്റിൻ്റെ 41 ഭാഗം 8.5 ഇഞ്ച്, 1.5 ഇഞ്ച്. സിറ്റിൻ്റെ അവിടേക്ക് 22ൻ്റെ പകുതി 11, 1.5 ഇഞ്ച് ചിരിച്ച് വരച്ചു കൊടുക്കുക. പിന്നെ ലെങ്ത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ഇവിടെ നമ്മൾ ഷേപ്പ് കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. അവിടെ നമ്മൾ കോണ് ചിരിച്ച് വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ടോപ്പിനും ഈ മോഡൽ ഞാൻ കട്ട് ചെയ്യുക. ഇതിവിടെ കുറഞ്ഞു കൊടുക്കാം. ഈ പീസ് സ്ലീവ് വെട്ടാനുള്ള
സ്ലീവിന് 7 ഇഞ്ച് കൊടുക്കാം. 7 തുമ്പടക്കം 8 ഇഞ്ച് കൊടുക്കാം. പിന്നെ അടിയിൽ 6 ഇഞ്ച് ലൂസും 4 ഇഞ്ച് തുമ്പം കൊടുക്കാം. ഫ്രില്ല് വരാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് കുറച്ചധികം ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി 4 ഇഞ്ച് തയ്യൽ തുമ്പും ഫ്രില്ലിനോടെയുള്ള 4 ഇഞ്ച് കൊടുക്കുക. പിന്നെ 7 ഇഞ്ച് കൊടുത്തിട്ട് 3 ഇഞ്ച് താഴേക്ക് ഇറക്കി കൊടുത്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ട്രീക്കാൾ എത്രയും വരുന്നത് നോക്കുക. 10 ഇഞ്ച്. അപ്പോൾ 3 ഇഞ്ച് ഫ്രില്ലിനുള്ള വിട്ടതിന് ശേഷം 3 ഇഞ്ച് ഫ്രില്ലിനുള്ള വിടുക. ഇഷ്ടപ്പെടുന്നുണ്ട് ചെരിച്ച് കൊടുക്കുക. ചെരിച്ച് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്താൽ മതി. ഇഞ്ചുണ്ട്. അവിടെ ഫ്രില്ലൂടെയും വരുമ്പോൾ അളവ് കറക്റ്റാവും. പിന്നെ ബാക്കിൽ വള്ളി കൊടുക്കില്ലേ, അതിന് വേണമെങ്കിൽ വള്ളി വയ്ക്കേണ്ടവർക്ക് വള്ളി വയ്ക്കാനും ഈ പീസ് പറ്റും. പിന്നെ അടിയിൽ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് എട്ട് ഇഞ്ച് കൊടുക്കുക. എട്ട് ഇഞ്ചിന് ലൈനിൽ കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുക. 6 ഇഞ്ച് ലെങ്ത്തും 2.25 ഇഞ്ച് വൈഡിലും ഒരു ബോക്സ് വരച്ചു, അതിൽ റൗണ്ട് വരച്ചു. അതിന് ചുറ്റും 3 ഇഞ്ച് വൈഡിൽ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൽ 3 ഇഞ്ച് വൈഡിൽ ചുറ്റും വെട്ടി. എന്നിട്ട് അതിൻ്റെ അരിവ് മടക്കി അടിച്ചതിന് ശേഷം ഇതിലൊരു ലേസ് പിടിപ്പിച്ചു, ചെറുതായിട്ട് ഒരു വെള്ള ലേസ് പിടിപ്പിച്ചു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസ് എടുക്കുക. ഇതിനെ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ നോക്കി സെൻറ്റർ മാർക്ക് ചെയ്തിട്ട്
സെൻറ്റർ മാർക്ക് ചെയ്യാം. സെൻറ്ററിൽ ഈ നെക്ക് വെച്ച് കൊടുക്കുക. അകം വശത്ത് വേണം വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ നെക്ക് വെച്ച് കൊടുക്കുക. ഇനി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നൂടെ കുത്തി കൊടുക്കാം. ഇനി ഇതിന് അരിവ് കൂടെ അടിച്ചു കൊടുക്കും ചുറ്റും. റൗണ്ടിൽ അടിച്ചു കൊടുക്കുക. സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്തെടുക്കുക. സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിനെ നല്ല വശത്ത് തിരിച്ചിടുക. ഈ അരികിലും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അരികിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഇതിന് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുക. റൗണ്ടിൽ അടിച്ചു കൊടുക്കുക. ഇനി ബാക്ക് കഴുത്ത് മാർക്ക് ചെയ്യുക. 2.25 ഇഞ്ച് അകലത്തിൽ ഒരു 4 ഇഞ്ച് ഇറക്കം കൊടുക്കുക. ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് റൗണ്ട് വരയ്ക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. എന്നിട്ട് അതിലേക്കൊരു റൗണ്ട് കൊടുക്കുക. ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി സൈഡ് പോയ പീസില്ലേ, സൈഡിൽ നിന്ന് കട്ട് ചെയ്തത്, ആ പീസിൽ നിന്ന് ഇരുന്നൊരു ക്രോസ് പീസ് എടുക്കുക. ക്രോസായിട്ട് അതിനെ രണ്ടായി ജോയിൻ ചെയ്തിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. ഇനി നിർത്തിയിട്ടിട്ട് ഇതിനെ ഇതുണ്ടോ ഇങ്ങനെ ഇതിനെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് അരികുൽ കൂടെ അടിച്ചെടുക്കുക. അങ്ങനെ അതേപോലെ മടക്കി കൊടുത്തിട്ട് ഞാൻ ചുറ്റും റൗണ്ടിൽ അടിച്ചു കൊടുക്കുക. ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക.
2 പീസ് ബാക്ക് പീസിൻ്റെ കവർ ചെയ്തടിക്കുക. ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ നല്ല ഭാഗം, രണ്ടിൻ്റെ നല്ല ഭാഗം കയറ്റി വെച്ച് കവർ ചെയ്യുക. 2 സ്റ്റിച്ച് ഇട്ടെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറം ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ കോണൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ അരികിൽ കൂടെ അടിച്ചെടുക്കാം. തിരിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോരുക. അധികം നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കെടുത്ത് ക്രോസ് പീസ് കറക്റ്റായി. ഇനി സ്ലീവ് കൊടുക്കാം. സ്ലീവിന് ഫ്രണ്ടിൽ വെച്ച പീസില്ലേ, അതിൻ്റെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള വെള്ള പീസ് എടുത്തിട്ട് ചുറ്റൊന്ന് അടിച്ചു കൊടുത്തു, സൈഡൊന്ന് കരവൊന്ന് മടക്കി അടിച്ചു കൊടുത്തു. ഇനി ഇത് ഇതിൽ വെച്ച് അടിച്ചു കൊടുക്കും. ചെറിയ ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെറുതായിട്ട് ഈ വെള്ളത്തിൽ തട്ടാണ്ട് ഇതിലേക്ക് അടിച്ചിങ്ങനെ കൊടുക്കുക. സൈഡ് 1.5 ഇഞ്ച് വെച്ചിട്ട് സൈഡ് മുട്ടി കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ മുട്ടി കൊടുക്കുക. ഇനി 1.5 ഇഞ്ച് വെച്ചിട്ട് സൈഡൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പുറത്തെ സൈഡ് പോലെ തന്നെ അപ്പുറത്തും 1.5 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. 1.5 ഇഞ്ച് വെച്ചിട്ട്